18 വർഷം കൊണ്ട് ഈ ശുശ്രൂഷ നടത്തണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ശക്തിയില്ലാതെ ആർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും? നമ്മളത് പ്രാർത്ഥനയോടെ പാകം ചെയ്ത് അവിടെ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ നീണ്ട ക്യൂ ആയിരിക്കും. വിവാഹ വാർഷികം, മരിച്ചവരുടെ ഓർമ്മ, ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ നിങ്ങൾ അനേകായിരം രൂപ ചിലവാക്കി വലിയ മോടിയോടെ നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെയുള്ള ശുശ്രൂഷകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ പേര് ജോയിക്കുട്ടി. എൻ്റെ ഭക്ഷണ വിതരണ ശുശ്രൂഷ ആരംഭിച്ചത് 18 വർഷം മുമ്പാണ്. അതായത് തിരുവനന്തപുരം സിറ്റിയിൽ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ഇന്ന് 18 വർഷം കഴിയുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അതേപോലെ തിരുവനന്തപുരത്ത് അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്നവർക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒക്കെ ഒരു തണലേകാനായിട്ട് ഈ ശുശ്രൂഷ മാറിക്കഴിഞ്ഞു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മനുഷ്യന് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയാണ്. വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള വലിയ ഒരു മഹത്തായ ആ ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെയായിരുന്നു. ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. പ്രയാസങ്ങളും പട്ടിണിയും ഒക്കെ അനുഭവിച്ചാണ് വളർന്നു വന്നത്. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ, മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങൾ സന്ദർശിച്ചു, പല പാവപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചു. അപ്പോഴൊക്കെ കണ്ടുമുട്ടിയ ആ മനുഷ്യൻ്റെ വേദനകൾ കണ്ട് അറിയുവാനായിട്ട് സാധിച്ചപ്പോൾ ഈ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഈ തിരുവനന്തപുരത്ത് വന്ന് ചികിത്സയ്ക്കായിട്ട് എത്തുന്ന പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു ചെറിയ കൈത്താങ്ങ് നൽകുവാനായിട്ട് ഞാൻ ഈ ഭക്ഷണ ശുശ്രൂഷ ആരംഭിച്ചു. നമ്മുടെ തിരുവനന്തപുരത്ത് സ്നേഹസദൻ, മലങ്കര കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുണ്ടായ ആ സ്നേഹസദനിലാണ് ആദ്യമായിട്ട് ഞാൻ പിന്നീട് ഭക്ഷണ വിതരണം നൽകിയത്. അതിനോട് ചേർന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ RCC, അതേപോലെ SAT, ശ്രീചിത്ര എന്നീ ആശുപത്രിയിലെ രോഗികൾക്ക് വന്ന് വാങ്ങിക്കൊണ്ട് പോകത്തക്ക രീതിയിലുള്ള ഭക്ഷണം ഞാനവിടെ കൊടുക്കുവാനായിട്ട് ആരംഭിച്ചു. ചോറും കറികളുമായിരുന്നു ആദ്യം കൊടുത്തത്. പിന്നീട് കോവിഡിന് ശേഷം ചപ്പാത്തിയും കറികളും ഒക്കെ കൊടുക്കുകയാണ്. ബാങ്ക് ബാലൻസുകളൊന്നുമില്ല. നാളെ എങ്ങനെ ഫുഡ് കൊടുക്കുമെന്നുള്ള വേദനകൾ, നിർത്തിയേക്കാമെന്നുള്ള ചിന്തകളൊക്കെ വന്നപ്പോഴും ദൈവത്തിൻ്റെ വലിയ കൈത്താങ് ഈ ശുശ്രൂഷയെ വഴി നടത്തി. ഒരു ദിവസം പോലും മുടങ്ങുവാനായിട്ട് ഇടയായിട്ടില്ല. ഈ ഭക്ഷണ വിതരണം നമ്മൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇപ്പം നടത്തുമ്പോൾ അനേകായിരം രോഗികൾക്ക് അതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറി. നമ്മളത് പ്രാർത്ഥനയോടെ പാകം ചെയ്ത് അവിടെ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ നീണ്ട ക്യൂ ആയിരിക്കും. ആ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ ഭക്ഷണങ്ങൾ വാങ്ങിച്ച് അവർ പ്രാർത്ഥിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. പല
അനുഭവങ്ങൾ ഈ ഭക്ഷണ വിതരണത്തിലൂടെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഓരോ ദിവസവും ആരെങ്കിലും സഹായിച്ച് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നു. പ്രധാനമായും എൻ്റെ ഏതാനും സുഹൃത്തുക്കളാണ് ഈ ശുശ്രൂഷയെ ഇന്ന് നിലനിർത്തുന്നത്. അത് ദൈവത്തിൻ്റെ വലിയ കരുതലാണ്. രോഗം വന്ന് മരണക്കിടക്കയിൽ ആയ നിമിഷങ്ങളുണ്ട്. വീട് ഇടിഞ്ഞ് തലയുടെ മുകളിൽ വന്ന് നിന്ന് വീട് എൻ്റെ ആ കല്ലുകൾ എൻ്റെ തലയിൽ വീഴാതെ ഞാൻ രക്ഷപ്പെട്ട അനുഭവങ്ങൾ എനിക്കുണ്ട്. വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ വണ്ടി വലിയ കൊക്കയിലേക്ക് മറിഞ്ഞു പോകുന്ന അവസരങ്ങളിൽ ആ വണ്ടി മറിയാതെ, ബസ് മറിയാതെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഈ ശുശ്രൂഷയോടൊപ്പം തന്നെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കായിട്ട് വസ്ത്രങ്ങൾ, അഗതി മന്ദിരങ്ങളിലെ വസ്ത്രങ്ങൾ കൊടുക്കുന്നതിനും അവർക്ക് വേണ്ട അത്യാവശ്യ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നതിന്, അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള വാഹന സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന്, അതേപോലെ നല്ല ഡോക്ടർമാരെ കണ്ടുപിടിച്ചു കൊടുക്കുന്നതിന്, പാവപ്പെട്ട കുട്ടികളുടെ പഠന സഹായത്തിന് സഹായിക്കുന്നതിന്, പല വീടുകളിലും കിടക്കുന്ന കിടപ്പ് രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് ഒക്കെ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ പത്രങ്ങളിലും, ഇംഗ്ലീഷ് പത്രങ്ങളിലും മലയാളം പത്രങ്ങളിലും എന്നെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ എൻ്റെ ടെലിഫോൺ നമ്പർ പലർക്കും കിട്ടി. ഈ ടെലിഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് പലരും എന്നെ വിളിക്കാറുണ്ട്. വീട് വയ്ക്കുവാനായിട്ടുള്ള സഹായം, മകളെ കെട്ടിക്കുവാനായിട്ട് സഹായം, വലിയ ഓപ്പറേഷൻ നടത്താനായിട്ടുള്ള സഹായം. ഞാൻ പറയും, ഇതൊന്നും താങ്ങുവാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ വലിയ കർത്തവ്യം. അത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വേദനയുണ്ട്. പക്ഷേ ഞാൻ പറയും, അതിനുള്ള സാമ്പത്തികമോ അതിനുള്ള വരുമാനങ്ങളോ ഒന്നും എനിക്കില്ല. ഇത് തന്നെ ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നു എന്നേ ഉള്ളൂ. ഈ ശുശ്രൂഷയിൽ എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന പലരും പിന്നീട് പുറകോട്ട് മാറുകയും അവരിൽ നിന്ന് ഒത്തിരി പ്രയാസങ്ങൾ ഞാൻ നേരിടുകയും ചെയ്തു. ഏത് നന്മ ചെയ്യുമ്പോഴും അവിടെ ഒരു തിന്മയുടെ ശക്തി അവിടെ പ്രവർത്തിക്കും എന്നുള്ളത് എനിക്കറിയാം. 18 വർഷം കൊണ്ട് ഈ ശുശ്രൂഷ നടത്തണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ശക്തിയില്ലാതെ ആർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും തള്ളിയ ഒരു രോഗിയെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു. ആ സഹോദരൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവന് കിടക്കയിൽ തന്നെ മൂത്രം ഒക്കെ ഒഴിച്ച് ഇങ്ങനെ കിടന്ന് ബോധമില്ലാതെ കിടക്കുക. വീട്ടിലുള്ളവർ അത് മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വീട്ടിൽ വന്ന് അന്ന് ഉറങ്ങിയില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ആ സഹോദരൻ്റെ സഭയുടെ തലവനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അവൻ മരിച്ചു പോയാൽ ആ ഭവനത്തിന് ആരുമില്ല, ഒരു സഹായവും ഇല്ല. അവൻ്റെ യഥാർത്ഥ അസുഖം എന്താണെന്ന് ചികിത്സിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്തെങ്കിലും ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് അവിടുന്ന് കനിയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആ സഭയുടെ തലവൻ ഈ രോഗിയെ ആശുപത്രിയിലേക്ക് വരുത്തുകയും ചികിത്സ നടത്താനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങി. എല്ലാ പരിശോധനകളും നടത്തി യഥാർത്ഥ രോഗം കണ്ടുപിടിച്ച് അവനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇന്ന് അവൻ്റെ വീട്ടിൽ ആയിരിക്കുന്നത് കാണുന്നു. അത് എൻ്റെ ഒരു ഫോൺ കോൾ മാത്രമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഒത്തിരി പണം ചിലവാക്കാതെയും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു ഫോൺ കോൾ മൂലം ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണി എനിക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അത് എനിക്ക് മറക്കുവാൻ പറ്റുന്നില്ല. എപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ ഒരു സന്തോഷമാണ്. ധാരാളം അനുഭവങ്ങളുണ്ടെങ്കിലും ഇത് മറക്കുവാൻ പറ്റാത്ത ഒരനുഭവമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. എനിക്കിതിനെ പ്രതി എനിക്ക് ധാരാളം ബഹുമതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബഹുമതി ആഗ്രഹിച്ചല്ല ശുശ്രൂഷ ചെയ്തത്.
ദൈവത്തിൻ്റെ മഹത്വം അതുമാത്രമായിരുന്നു. അതായത് ആദ്യമായിട്ട് തിരുവനന്തപുരം XNRI പ്രവാസി സംഘടന, അതിനുശേഷം പി ടി ചാക്കോ ഫൗണ്ടേഷൻ അവാർഡ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ ന്യൂഡൽഹിയുടെ അവാർഡ്, പിന്നെ അതിനുശേഷം മാർ ബസേലിയോസ് പുരസ്കാരം, അതിനോടൊത്ത് പിന്നെ MCA അംഗങ്ങളുടെ MCA പാറശാലയുടെ അംഗീകാരം, പാളയം ബസിലിക്ക പള്ളിയുടെ ആദരവ്, ഇങ്ങനെ അനവധി ആദരവുകൾ എനിക്ക് കിട്ടി. ഈ ബഹുമതികളോ മറ്റൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത്. അവസാന നിമിഷം ആ മരണക്കിടക്കയിലേക്ക് പോകുന്ന അവസരത്തിൽ ഞാൻ എന്ത് ഈ ലോകത്തിന് ചെയ്തു, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്ന് മനുഷ്യൻ ഉള്ള സ്വത്ത്, ഉള്ള സമ്പത്ത്, അവനുള്ള വിഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് മനസ്സ് കാണിക്കാത്ത ഒരവസരം. ഇത് കുഞ്ഞുങ്ങളിൽ ഈ മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുവാനായിട്ടുള്ള വലിയ ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. വിവാഹ വാർഷികം, മരിച്ചവരുടെ ഓർമ്മ, ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ നിങ്ങൾ അനേകായിരം രൂപ ചിലവാക്കി വലിയ മോടിയോടെ നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെയുള്ള ശുശ്രൂഷകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ ചെറിയ നിങ്ങളുടെ സഹായം കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഇങ്ങനെയുള്ള എന്നെപ്പോലെ ഉള്ള ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കൊടുത്തുകൊണ്ട് ആ ശുശ്രൂഷയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ഞാനൊരു വാടക വീട്ടിലാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം എൻ്റെ ഭാര്യയും എനിക്ക് ദൈവം ദാനമായി നൽകിയ 2 മക്കളുമുണ്ട്. ഭാര്യയ്ക്ക് ജോലി ഒന്നുമില്ല, ഹൗസ് വൈഫാണ്. മോൻ BTech കഴിഞ്ഞു. മോള് ഇപ്പോൾ +1 പഠിക്കുന്നു, തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷ കഴിയുന്നത്ര എനിക്ക് എൻ്റെ ആരോഗ്യം അനുസരിച്ച് കഴിയുന്നത്ര ഞാൻ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.